ഹായ് സ്റ്റുഡൻസ്, ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞു നിർത്തിയത് ആസ് എ ആഫ്രിക്കൻ അടിച്ചിക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട റൂംമേറ്റിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്ന അനുഭവങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. കാരണം മറ്റുള്ളവർക്ക് ആഫ്രിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളരെ എല്ലാവരാലും കൺസിഡർ ചെയ്യപ്പെടേണ്ട പോവർട്ടി സ്ട്രിക്കൻ ആയിട്ടുള്ള അൺസിവിലൈസ്ഡ് ആയിട്ടുള്ളവരുടെ ഒരു ഏരിയയാണ് എന്നാണ് മറ്റുള്ളവരെ സംബന്ധിച്ച് ആഫ്രിക്കയിലുള്ള ആളുകളെക്കുറിച്ചുള്ള അവരുടെ ധാരണ. അപ്പോൾ അതിനെ തിരുത്തി കുറിക്കുന്നതായിരുന്നു നമ്മളുടെ അടിച്ചിയുടെ രീതികൾ. അപ്പം അത് റൂംമേറ്റിനെ സംബന്ധിച്ച് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ കാരണം ഇതായിരുന്നു, റൂംമേറ്റിൻ്റെ മനസ്സിൽ അടിച്ചിയെക്കുറിച്ചും ആഫ്രിക്കൻസിനെ കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നത് ദേ വോണ്ട് ടു ബി കൺസിഡേർഡ് ബൈ അതേഴ്സ് എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു അടിച്ചിയുടെ റൂംമേറ്റിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആഫ്രിക്കയെക്കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറി. അപ്പോൾ അത് അടിച്ചി എന്നുള്ളൊരു ആഫ്രിക്കൻ സിറ്റിസണിനെ ഫെമിലിയറൈസ് ചെയ്തതോടുകൂടിയാണ് അത് ഡിസ്ട്രക്റ്റ് ചെയ്യപ്പെട്ടത്, അത് റീകൺസ്ട്രക്റ്റ് ചെയ്യപ്പെട്ടത്. എന്ന് വെച്ചാൽ ഒരു ഡീകൺസ്ട്രക്ഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇനിയും അടുത്തതായിട്ട് നെക്സ്റ്റ് പാരഗ്രാഫിലും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. ജസ്റ്റ് ലിസൺ. I must say that before I went to US, I don't consciously identify as African. But in US, whenever Africa came up, people turned to me. So just before, when she was there in Africa, she never identified herself as an African. അവൾ അത്ര കോൺഷ്യസ് ആയിരുന്നില്ല. ഓക്കെ, ഐ ആം ആൻ ആഫ്രിക്കൻ എന്നുള്ളതിനെക്കുറിച്ച് അത്ര കോൺഷ്യസ് ആയിരുന്നില്ല. അത് നമ്മളായാലും അതെ, വൈൽ വി ആർ ഇൻ ഇന്ത്യ വി മേ നോട്ട് ബി കോൺഷ്യസ് അബൌട്ട് ഓക്കെ വി ആർ ഇന്ത്യൻസ്, ബട്ട് വെൻ വി ഗോ ഔട്ട്സൈഡ് ഇന്ത്യ then we start become conscious that we are Indians. Just like that, while she was outside Africa, then only she start to be conscious that she's an African. Whenever the name of Africa come talk in between people, then all start looking at her. കാരണം എന്താണ്, അവളൊരു ആഫ്രിക്കൻ സിറ്റിസൺ ആണ്. അപ്പോൾ എപ്പോഴൊക്കെയാണോ ആഫ്രിക്കയെക്കുറിച്ചുള്ളൊരു സംസാരം ഉണ്ടാവുന്നത്, അപ്പോഴൊക്കെ അവളെ നോക്കാൻ തുടങ്ങി ആളുകൾ. അപ്പോഴാണ് അവൾ ഓക്കെ ഞാനൊരു ആഫ്രിക്കനാണ് എന്നുള്ള ആ ഒരു കോൺഷ്യസ്നെസ് കൂടുതലായിട്ട് അവൾക്ക് വന്നത്. സോ ഐ മസ്റ്റ് സീ ദാറ്റ് ബിഫോർ ഐ വെൻ ടു US, ഞാൻ US പോകുന്നതിന് മുമ്പ് ഞാൻ അത്ര കോൺഷ്യസ് ആയിരുന്നില്ല. ഐ ഡിഡ്ന്റ് കോൺഷ്യസ്ലി ഐഡൻറ്റിഫൈ, ഞാൻ അത്ര ആഫ്രിക്കൻ ആണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അത്ര കോൺഷ്യസ് ആയിരുന്നില്ല. ബട്ട് ഇൻ US വെനെവർ എപ്പോഴൊക്കെയാണോ ആഫ്രിക്കയെക്കുറിച്ച് സംസാരിക്കുന്നത്, പീപ്പിൾ ടേൺ ടു മീ, ആളുകൾ എന്നെ നോക്കാൻ തുടങ്ങി. I did come to embrace this new identity. So I start realizing that's a fact. ഞാനൊരു ആഫ്രിക്കൻ സിറ്റിസൺ ആണ്, അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ക്വയറ്റ് നാച്ചുറൽ ആഫ്രിക്കയെക്കുറിച്ച് പറയുമ്പോൾ എന്നെ നോക്കുക എന്നുള്ളത് ക്വയറ്റ് നാച്ചുറൽ ആണെന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. Although I still get quite irritable when Africa is referred to as a country. അപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്, in many ways I think of myself now as African. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. ഇതുവരെ ഞാൻ ബോധേഡ് ആയിരുന്നില്ലാതിരുന്ന പല കാര്യങ്ങളും ഞാനിപ്പോൾ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. എങ്ങനെ, that think of myself now as an African, ഒരു ആഫ്രിക്കൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന്, ഞാനൊരു ആഫ്രിക്കൻ ആണ് എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. Although I still get quite irritable when Africa is referred to as a country. After I had spent some years in the US as an African, I began to understand my roommate's response to me. അപ്പോൾ പിന്നീടാണ് although I still, എനിക്കത് ഫസ്റ്റ് തന്നെ അങ്ങനെ വെൻ ഒരു കൺട്രിയാണ്, അത് എനിക്ക് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ തുടങ്ങി. അവരിങ്ങനെ എന്താണ് ഇത്രയ്ക്ക് വലിയ സംഭവമായിട്ട് പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ US നിന്ന് കുറച്ച് കഴിഞ്ഞതോടുകൂടി ആസ് ആൻ ആഫ്രിക്കൻ US ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതോടുകൂടി
എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എൻ്റെ റൂംമേറ്റ് ഇത്രയ്ക്കും സർപ്രൈസ്ഡ് ആയത്, എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഇത്ര സർപ്രൈസ്ഡ് ആയതെന്നുള്ളതിൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. If I had not grown up in Nigeria, and if all I knew about Africa were from popular images, I too would think that Africa was a place of beautiful landscape, beautiful animals, and incomprehensible people unable to speak for themselves and waiting to be saved by a kind white foreigner. ഇവിടെ നമ്മളോട് പറയുന്നതാണ്, ഇവിടെ അവർ പറയുന്നത് ഞാൻ നൈജീരിയയിലല്ല വളർന്നിരുന്നതെങ്കിൽ ഒരു പക്ഷേ ഞാൻ നൈജീരിയയെ പോപ്പുലർ ഇമേജസിൽ നിന്നാണ് മനസ്സിലാക്കിയിരുന്നതെങ്കിൽ ഞാനും ഒരു പക്ഷേ ആ റൂംമേറ്റിൻ്റെ പോലെ ബിഹേവ് ചെയ്യുള്ളൂ. സോ ഓൺ ദാറ്റ് സിറ്റുവേഷൻ, വാട്ട് ഡു യു മീൻ ബൈ പോപ്പുലർ ഇമേജസ്? ഡു യു നോ വാട്ട് ഈസ് പോപ്പുലർ ഇമേജസ്? Popular images is actually somewhat representing kind of images. Okay, just take Kerala. Whenever we look at internet and just start searching in internet about കേരളയെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ദെൻ എന്തൊക്കെയായിരിക്കും നമ്മളിലേക്ക് നെറ്റിൽ ഗൂഗിൾ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഇമേജസ് എന്തൊക്കെയായിരിക്കും? കഥകളി, ദെൻ ട്രഡീഷണൽ കേരള സാരി, ദെൻ തിരുവാതിര, ഊഞ്ഞാൽ, പുലിക്കളി, ചെണ്ടകൊട്ട്, തൃശ്ശൂർ പൂരം. ഇതൊക്കെയായിരിക്കും നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേരളയെക്കുറിച്ച് കിട്ടുന്ന ഇമേജസ്. ദാറ്റ് ഈസ് ആക്ച്വലി പോപ്പുലർ ഇമേജസ് അബൌട്ട് കേരള. Just like if we Google about Africa, we get images of animals, we just get images of something like that, beautiful landscapes of Africa, and just ഇതുപോലെ വെൽ ഡ്രസ്ഡ് അല്ലാത്ത കുറച്ച് ആഫ്രിക്കൻസ്, ഇതൊക്കെയായിരിക്കും നമുക്ക് കിട്ടുന്ന ഇമേജസ്. ഫ്രം ദാറ്റ് വി ആർ മേക്കിംഗ് ഓർ വി ആർ ക്രിയേറ്റിംഗ് ആൻ ആഫ്രിക്ക. വി ആർ ജസ്റ്റ് നമ്മളുടെ പുറമേ നിന്ന് നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫിലിമിക് റെപ്രസെൻറ്റേഷൻ പറയുകയാണ്. ഡു യു റിമെമ്പർ ABCD ഫിലിം? ABCD ഫിലിമിൽ ഈവൻ ഇഫ് അതിൽ നമ്മളുടെ യങ് ഗായ്, നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് ദുൽഖർ സൽമാൻ. He was actually a Malayali, but he never go to Kerala. അല്ലേ? First time, it was for the first time he was ആദ്യമായിട്ടായിരുന്നു അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് അവർ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുമ്പോൾ അവർ കാണുന്ന ഇമേജസും അത് കഴിഞ്ഞിട്ട് അവർ വരുന്ന വഴിക്ക് അവർ കാണുന്ന ഒരു റാലി, അത് ഇൻഡിപെൻഡൻസ് ഡേ റിലേറ്റഡ് റാലി ആയിരുന്നു. ഇൻഡിപെൻഡൻസ് ഡേ റിലേറ്റഡ് റാലി ആയിട്ട് കൂടി അവർ റിലേറ്റഡ് റാലി ആയിട്ട് അതിൽ കാണുന്ന ആ ഒരു സാരി വിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാരതാംബയായിട്ട് ഉള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ അവർ എന്താ പറയുന്നത്? ഹൗ സെക്സി ഷീ ഈസ് എന്നാണ് പറയുന്നത്. സോ വി കാണ്ട് ഈവൻ ഇമാജിൻ, അങ്ങനെ ഒരു ആൾ ഭാരതാംബയെക്കുറിച്ച് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷേ അവിടെ എന്താ സംഭവം? ഹീ ഈസ് ഫ്രം such a civilization, he is from America, he is from such a culture, that is why he is talking like that. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ഒരു ഫീലിംഗ് ഭാരതാംബയെക്കുറിച്ച് തോന്നുന്നത്. he don't even recognize that is ഭാരതാംബ, അല്ലേ? നമ്മളുടെ കൾച്ചറും നമ്മളുമായിട്ട് ഒരു റിലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഭാരതാംബയെ കണ്ടപ്പോൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ അവിടെ ആ ഡിഫറൻസ്, ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കൾച്ചർ. അതുകൊണ്ട് അതിന് മുമ്പായിട്ട് അവർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് നോക്കുന്നുണ്ട്. അവർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നോക്കുമ്പോഴും അവർ കാണുന്നത് ബ്യൂട്ടിഫുൾ ലേഡീസ്, അവർ
എന്താ നമ്മളുടെ കേരള വിയറിലുള്ള സാരി വിയർ ചെയ്തിരിക്കുന്ന ലേഡീസിനൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അവർ അത് വെച്ചിട്ട് ജസ്റ്റ് അവർ മിങ്കിൾ ചെയ്തിരുന്ന യു എസിൽ മിങ്കിൾ ചെയ്തിരുന്ന ലേഡീസിനെ കുറിച്ച് അതുപോലെ ഒരു ഇമേജ് തന്നെയാണ് ഇവിടുത്തെ കേരള സ്ത്രീകളെ അവർ കാണുന്നത്. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. അതാണ് പോപ്പുലർ കൾച്ചറിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ അവിടെ എന്താണ് സംഭവിച്ചത്? ഇറ്റ് ഈസ് ഓൺലി ഫ്രം ദ ഇമേജസ് ദേ ആർ ദേ ആർ ജസ്റ്റ് ക്രിയേറ്റിംഗ് അല്ലേ? അവർ അവരുടേതായ ഒരു ഫോൾസ് എസംഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ദിസ് ഈസ് ലൈക്ക് ഈ കാണുന്ന ഇമേജസിൽ കേരള ഇങ്ങനെയാണ് എന്നുള്ളൊരു ഇമേജ്, ഒരു ഫോൾസ് ഇമേജ് ദേ ആർ ക്രിയേറ്റിംഗ്. ബട്ട് അത് റിയാലിറ്റി ആണോ? അല്ല. റിയാലിറ്റി അതിൽ നിന്നും ഫാർ ഫാർ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് നൈജീരിയയെക്കുറിച്ച് അഡിച്ചിയുടെ റൂംമേറ്റിന് ഉണ്ടായത്. ആ പോപ്പുലർ നൈജീരിയയെക്കുറിച്ച് മാത്രമല്ല, ആഫ്രിക്കൻ കൺട്രീസിനെ കുറിച്ച് പൊതുവേ നമ്മൾക്ക് എല്ലാവർക്കുമുള്ള ഒരു ഇമേജ്, നമ്മൾ ആ ഇമേജ് നമ്മൾ ഈ പോപ്പുലർ ഇമേജസിൽ നിന്നാണ് നമ്മളത് എടുക്കുന്നത്. ബട്ട് there's a far difference between the reality and that false image. ആ false ഇമേജും റിയാലിറ്റിയും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അത് എന്താ അവരിവിടെ വന്നപ്പോഴാണ്, കേരളയിൽ വന്നപ്പോഴാണ് ദുൽഖർ അത് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അഡിച്ചി യു എസിൽ ചെന്ന് അഡിച്ചിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴാണ് റൂംമേറ്റിൻ്റെ ആ ഫോൾസ് ഇമേജ് പൊളിഞ്ഞത്. ഇതാണ് സ്റ്റീരിയോ ടൈപ്പ് ഒരു ഓൾമോസ്റ്റ് ഇതുപോലെയാണെന്ന് പറയാം നമുക്ക്. അപ്പോൾ ഈ പോപ്പുലർ ഇമേജ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ കാണുന്ന പോപ്പുലറായിട്ട് ഒരു കൺട്രിയിൽ പോപ്പുലറായിട്ട് കാണുന്ന ഇമേജസ് എന്ന് സിംപ്ലി നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു സ്മോൾ സ്റ്റേറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ചില ഇമേജസ് ഉണ്ടാവും. അതാണ് പോപ്പുലർ ഇമേജസ്. അവിടെ ആഫ്രിക്കയോട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോപ്പുലർ ഇമേജസ് ആണ് ബ്യൂട്ടിഫുൾ ആനിമൽസ്, ഇൻകോംപ്രിഹെൻസിബിൾ ബ്യൂട്ടിഫുൾ ഇമേജസും ഈ പറയുന്ന ലാൻഡ്സ്കേപ്സും ഒക്കെ. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടി നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആഫ്രിക്കൻസ് എന്ന് പറയുന്നത്? ഐ ടു വുഡ് തിങ്ക് ദാറ്റ് ആഫ്രിക്ക വാസ് എ പ്ലേസ് ഓഫ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ്. അതൊക്കെ നമ്മൾ പറഞ്ഞു. ബ്യൂട്ടിഫുൾ ആനിമൽസ്, ഇൻകോംപ്രിഹെൻസിബിൾ, ആ സെൻറ്റൻസ് വളരെ ശ്രദ്ധിക്കാം. അവിടെ പറയുന്നത് എന്താ? ഇൻകോംപ്രിഹെൻസിബിൾ പീപ്പിൾ അൺഏബിൾ ടു സ്പീക്ക് ഫോർ ദംസെൽസ് ആൻഡ് വെയിറ്റിംഗ് ടു ബി സേവ്ഡ് ബൈ എ കൈൻഡ് വൈറ്റ് ഫോറിനർ. സോ അവിടെ എന്താ പറയുന്നത്? നിങ്ങളൊരു ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ചിന്താഗതിയിൽ തന്നെ മാറ്റം വരുത്തുന്ന ഒരു സെൻറ്റൻസ് ആണത്. സോ ബി കെയർഫുൾ. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആഫ്രിക്കൻസിനെ കുറിച്ച് ചിന്തിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നമുക്ക് എളുപ്പത്തിന് പറയാം, നമ്മൾ എന്താ ആദിവാസികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എങ്ങനെ നമ്മൾ വിചാരിക്കുക? യെസ്, വൈറ്റ് ഫോറിനേഴ്സ് വന്നിട്ട്, ഈ ആഫ്രിക്കയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വൈറ്റ് ഫോറിനേഴ്സ് വന്ന് രക്ഷിക്കപ്പെടേണ്ട, യാതൊരു നിലയും അത്രയും കൊടിയ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന, ഭക്ഷണം പോലും പ്രോപ്പറായി ഇല്ലാത്ത, ഡ്രസ്സ് പോലും പ്രോപ്പറായി ഇല്ലാത്ത, എഡ്യൂക്കേറ്റഡ് അല്ലാത്ത കുറേ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള പീപ്പിളാണ് അവിടെ ഉള്ളത്. അവർ ദേ ആർ എക്സ്പെക്റ്റിംഗ് ടു ബി ഹെൽപ്ഡ് ബൈ സമ്മൺ എൽസ് അല്ലേ? വേറെ ആരോ വന്ന് അവരെ രക്ഷിക്കാനായിട്ട് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അവരെന്നാണ് നമ്മുടെ ഒരു ധാരണ. അങ്ങനെയാണ് പൊതുവേ ഈ ലോകം ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ധാരണ അതാണ്. റിയലായിട്ട് അവിടെ ചെല്ലുന്നില്ല എങ്കിൽ ഒരിക്കലും അവിടെയുള്ള ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിളും അവിടെയുണ്ട്. എന്താണ് ഇത് നമ്മളിപ്പോൾ ഈ പറഞ്ഞത് മുഴുവൻ ആഫ്രിക്കയിലെ ഏതോ ഒരു ചെറിയ ജനവിഭാഗത്തിന് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതോടൊപ്പം തന്നെ എന്താണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടും സിവിലൈസ്ഡ് ആയിട്ടും ഒക്കെ ഉള്ളവരും ഇറ്റ്സ് ദർ. ഇപ്പോൾ അഡിച്ചിയുടെ കേസിലാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ട്, അഡിച്ചിയുടെ പാരൻസ് ദേ ആർ വെൽ എഡ്യൂക്കേറ്റഡ്, ദേ ആർ ഒഫീഷ്യൽസ് ആൻഡ് അഡിച്ചി ഈസ് എ ഗുഡ് റൈറ്റർ. അവിടെ എന്താ ദാറ്റ്സ് എ ഡിഫറൻസ്. അവിടെ അങ്ങനെയുള്ളവരുണ്ട്. ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദേ മേ ബി ഹെൽപ്ലെസ്, അങ്ങനെയുള്ളവരും ഉണ്ടാവാം. പക്ഷെ ആ ഒരു സ്മോൾ ഗ്രൂപ്പിനെ വെച്ചിട്ട് ദ ഹോൾ ആഫ്രിക്കയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ശരിയാണോ? അല്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്.
ഒരു കാര്യം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് നമ്മൾ ഇൻഡിപെൻഡൻസ് സമയത്ത് നമ്മൾ ഇന്ത്യൻസിനെ കുറിച്ച് വൈറ്റ് പീപ്പിളിന് ഇതുപോലെ ഒരു ഇതൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് കൂടിയാണ്. നമ്മളെക്കുറിച്ച് വൈറ്റ് പീപ്പിൾ പറഞ്ഞിരുന്നത് വൈറ്റ് മാൻസ് ബേർഡൻ എന്നാണ്. സോ വാട്ട് ഡു യു മീൻ ബൈ വൈറ്റ് മാൻസ് ബേർഡൻ? വൈറ്റ് മാൻസ് ബേർഡൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻസ് അൺകൾച്ചേർഡ് ആണ്, സിവിലൈസ്ഡ് അല്ല, തീരെ സിവിലൈസേഷൻ ഇല്ലാത്തവരാണ്. അതുപോലെ നമുക്ക് വി ആർ നോട്ട് ദാറ്റ് മച്ച് എഡ്യൂക്കേറ്റഡ്. ഒരു പക്ഷേ അവർ പറയുന്ന ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നമുക്കില്ലായിരിക്കാം, പക്ഷേ വി ആർ വെൽ സിവിലൈസ്ഡ്. പക്ഷേ അവരെന്താ പറഞ്ഞിരുന്നതെന്ന് അറിയോ? നമ്മൾ അവരുടെ ഒരു ഭാരമാണ്. എങ്ങനെയുള്ള ഭാരം? നമ്മൾക്ക് അറിവില്ലാത്തത് കൊണ്ടും നമ്മൾ എഡ്യൂക്കേറ്റഡ് അല്ലാത്തത് കൊണ്ടും റെസ്പോൺസിബിലിറ്റിയാണ്, അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവർ എന്ത് ചെയ്യുന്നത്? നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവർ നമ്മളുടെ നാട്ടിലേക്ക് വന്നത്. ആ നാട്ടിലേക്ക് വന്നിട്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മളൊരു ബേർഡനായിട്ട്, നമ്മളൊരു ഭാരമായിട്ട് അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ഭാരം ചുമക്കുന്ന രീതിയിലാണ് നമ്മുടെ നാടിനെ അവർ കൊണ്ട് നടന്നിരുന്നതെന്നാണ് അവർ പറയുന്നത്. ഡു യു തിങ്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, റിയാലിറ്റിയും ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യവും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. നമുക്കറിയാം ബ്രിട്ടീഷ് പീപ്പിൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന്, എങ്ങനെയൊക്കെ അവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തു, എങ്ങനെയൊക്കെ അവർ ചൂഷണം ചെയ്തു എന്ന് നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ നമ്മളോട് നമ്മളെ എത്രമാത്രം അവർ നമ്മുടെ സ്വാതന്ത്ര്യത്തെ റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നു എന്ന് നമുക്കറിയാം. നമ്മൾ എന്തോരം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ എന്നിട്ടും അവരതിനെ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: നമ്മൾ യഥാർത്ഥത്തിൽ അവരുടെ ഒരു ഭാരമാണ്. അവർ നമ്മളോടുള്ള ഒരു പാവം തോന്നിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പാവങ്ങൾ, നമുക്ക് അറിവില്ല, നമ്മൾ സിവിലൈസ്ഡ് അല്ലാത്തതുകൊണ്ട് അവർ നമുക്കൊരു ഔദാര്യം ചെയ്തു തരുന്നതാണ്. എങ്ങനെ? നമ്മളെ സിവിലൈസ്ഡ് ആക്കാനായിട്ട്, നമ്മളെ കൾച്ചേർഡ് ആക്കാനായിട്ട് അവർ ചെയ്യുന്ന ഒരു വലിയൊരു ഔദാര്യമാണ് അവരുടെ ഭരണം എന്നുള്ള രീതിയിലായിരുന്നു അവർ പ്രസൻറ്റ് ചെയ്തിരുന്നത്. ഇറ്റ്സ് എ റിയാലിറ്റി. ഞങ്ങൾ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ഞങ്ങൾ പഠിച്ചിരുന്ന ഒരു ഫ്രേസായിരുന്നു അത്. വൈറ്റ് മാൻസ് ബേർഡൻ എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്. വൈറ്റ് മാൻസ് ബേർഡൻ. കാരണം വൈറ്റ് മാൻ്റെ ഒരു ബേർഡനാണ് നമ്മൾ ഇന്ത്യൻസ്. ആ ഇന്ത്യൻസിനെ അവരുടെ ഔദാര്യം കൊണ്ട്, നമ്മൾ പാവങ്ങൾ, വിവരമില്ലാത്തതായതുകൊണ്ട് നമ്മളെ സിവിലൈസ്ഡ് ആക്കാൻ വേണ്ടി അവരുടെ തോളിൽ ഒരു ഭാരം പോലെ കയറ്റി വെച്ച് അവർ വലിയ കാര്യമായിട്ട് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു വലിയ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഇൻഫീരിയർ ഫീലിംഗ് ആണ് അത് നമുക്ക് തരിക. അത് എത്ര വലിയൊരു, നമ്മളെ മനസ്സുകൊണ്ട് അവരെത്രമാത്രം നമ്മളോട് റിപ്പീറ്റഡായിട്ട് പറയുകയാണ്, യു ആർ നോട്ട് സിവിലൈസ്ഡ്, യു ആർ നോട്ട് ഗുഡ് ഇനഫ്, യു ആർ നോട്ട് ഗുഡ് ഇനഫ് എന്ന് നമ്മളോട് റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ വീക്കായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ തോന്നുക? നമ്മൾ ഡൗട്ട്ഫുൾ ആവാൻ തുടങ്ങും. ഇവർ പറയുന്നത് ശരിയാണോ? ഞാൻ വീക്കാണോ? അല്ല, ഞാൻ സിവിലൈസ്ഡ് അല്ലാത്ത ഒരാളാണോ? എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോൾ അവരെ ഡിപ്പെൻഡ് ചെയ്യണമല്ലേ? അപ്പോൾ ആക്ച്വലി ദേ ആർ മേക്കിംഗ് എ സൈക്കോളജിക്കലി ഇൻഫീരിയർ. അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. ഇതിനോടൊപ്പം പറഞ്ഞു പോകേണ്ട, നിങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു റിയാലിറ്റിയാണത്. കാരണം ഇത് ടീച്ചർ വീണ്ടും പറയാനുള്ളൊരു കാരണം അതുകൂടി പറയാം ടീച്ചർ. നമ്മളിപ്പോഴും അതിൽ നിന്നും മുക്തരാണോ? നമ്മൾ ഇപ്പോഴും ലിബറേറ്റഡ് ആണോ? ഓക്കെ, വി ആർ സെലിബ്രേറ്റിംഗ് അവർ ഇൻഡിപെൻഡൻസ് ഡേ വളരെ നന്നായി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ഓരോ വർഷവും. ബട്ട് നമ്മൾ ഇപ്പോഴും ആ ഒരു മൈൻഡ് കൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയോ എന്നാണ് ചിന്തിക്കേണ്ടത്. ഫിസിക്കലി നമുക്കിപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടാവാം, ഒത്തിരി കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ടാവാം. നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ
പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ സ്വാതന്ത്ര്യമുള്ളവരാണ്. നമുക്ക് സ്വന്തമായൊരു ഭരണഘടനയുണ്ട്, നമുക്ക് നമ്മുടേതായ റൂൾസ് ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ എന്തിനെയാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഫോറിൻ കൾച്ചറിനെ അല്ലെങ്കിൽ യൂറോപ്യൻ കൾച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് കുറേയെങ്കിലും ശ്രമിക്കുന്നില്ലേ? I know I'm very conscious, I'm an English teacher, but still you must know the reality. നിങ്ങൾ അറിയണം സത്യം എന്താണെന്ന്, നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്, ഓക്കെ, ദാറ്റ്സ് വെരി ഫെയർ. ലാംഗ്വേജ് പഠിക്കണം. കാരണം ലാംഗ്വേജ് പഠിക്കുന്നത് നമുക്ക് ഉപയോഗിക്കാനാണ്, നമ്മുടെ ആവശ്യത്തിനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, എത്ര പേര് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ടെമ്പസ്റ്റ് എന്ന് പറയുന്ന ഷേക്സ്പിയറിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നാടകമുണ്ട്. അതിൽ ഒരു മന്ത്രവാദിനിയുണ്ട്. മന്ത്രവാദിനിക്കൊരു മകനുണ്ട്. അപ്പോൾ പ്രോസ്പെറോ എന്ന് പറയുന്ന ഒരു മാന്ത്രികൻ അദ്ദേഹത്തിൻ്റെ മാന്ത്രിക കൊണ്ട് ഈ സിക്കോറാക്സിൻ്റെ മകനെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രോസ്പെറോ അവിടെ വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് കാലിബനെ കാണിക്കുന്നത് ഒട്ടും സിവിലൈസ്ഡ് അല്ലാത്ത ഒരു മന്ത്രവാദി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ പക്ഷേ കാലിബൻ ഈസ് സ്ട്രഗിൾ ടു ലേൺ ഇംഗ്ലീഷ്. എന്തിനാണെന്നറിയാമോ? കാലിബന് ഒരു എഡ്യൂക്കേഷനും ഇല്ല, കാലിബൻ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് അറിയില്ല. പക്ഷേ കാലിബൻ പാടുപെട്ട് ഇംഗ്ലീഷ് പഠിക്കും. എന്തിനാണെന്നറിയോ? പ്രോസ്പെറോയെ ചീത്ത വിളിക്കാൻ, പ്രോസ്പെറോയെ തെറി വിളിക്കാൻ ആയിട്ട് മാത്രം കാലിബൻ ഇംഗ്ലീഷ് പഠിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ചീത്ത വിളിക്കാൻ ഇംഗ്ലീഷ് പഠിക്കണം എന്നല്ല. യെസ്, ഇംഗ്ലീഷ് നമുക്ക് ആവശ്യമാണ്. ദ ഹോൾ വേൾഡ് ഇംഗ്ലീഷ് നമ്മളുടെ ഹോൾ വേൾഡിൽ സ്പ്രെഡാണ്. നമുക്ക് ഇംഗ്ലീഷ് നമ്മുടെ കാര്യങ്ങൾക്ക് ആവശ്യമാണ്. ഇറ്റ്സ് അവർ സ്ട്രെങ്ത്. ബട്ട് ജസ്റ്റ് കൺസിഡർ ഇറ്റ് ആസ് എ ലാംഗ്വേജ്. അതൊരു ലാംഗ്വേജ് ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യുക. Never blindly imitate their behaviors, never blindly imitate their culture, because our culture is precious. നമ്മുടെ കൾച്ചർ എത്രമാത്രം, ആൻഡ് ആക്ച്വലി നമുക്കറിയില്ല, അവരിവിടെ വന്ന് നമ്മുടെ കൾച്ചർ പഠിച്ചുകൊണ്ട് പോയി. അവർ വേദാസ് ചാൻറ്റ് ചെയ്യുന്നു, അവരവരുടെ അസംബ്ലീസിൽ നമ്മളുടെ പല വേദങ്ങളിൽ നിന്നും പല ആത്മീയ ഗ്രന്ഥങ്ങളിൽ നിന്നും എടുത്ത പല കാര്യങ്ങളും അവർക്ക് ഗുഡാണെന്ന് കണ്ടിട്ട് അവർ ചെയ്യുന്നു. ബട്ട് ആർ വി ഡൂയിങ് ഇറ്റ്? നമ്മൾ ചെയ്യുന്നുണ്ടോ ഇതൊക്കെ? സോ അവിടെ അത് ജസ്റ്റ് നമ്മളെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ലെസൺ എന്ന് പറയുന്നത് ജസ്റ്റ് അഡിച്ചിയുടെ എക്സ്പീരിയൻസസ് മാത്രം ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമായിട്ട് നിങ്ങൾ കാണരുത്. It is also to change yourself, your attitude, your behavior. It makes your thinking free. നിങ്ങളുടെ ചിന്തയെ കൂടി നിങ്ങൾ ഫ്രീ ആക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ ഈ ലെസണിനെ എടുക്കണം. നമ്മൾ കാണുന്ന പലതും റിയാലിറ്റി ആണോ ഫേക്കാണോ, ഞാനതിനൊന്നുകൂടി ചിന്തിക്കേണ്ടേ എന്ന് നമ്മൾ ചിന്തിക്കണം. അതാണ് പറയുന്നത്. ഓക്കെ, ഐ എം നോട്ട് ഗെറ്റിംഗ് യു ബോട്ട്. ഞാൻ അടുത്തതിലേക്ക് പോവാണ്. സോ വൈറ്റ് ഫോറിനേഴ്സ്, ഐ വുഡ് സീ ആഫ്രിക്കൻസ് ഇൻ ദ സെയിം വേ ഐ ആസ് എ ചൈൽഡ് ഹാഡ് സീൻ ഫിദീസ് ഫാമിലി. അപ്പോൾ ഫിദയുടെ ഫാമിലി എങ്ങനെയാണോ, ഫിദയുടെ ഫാമിലിയെക്കുറിച്ച് എനിക്ക് എങ്ങനെയാണോ ഒരു ധാരണയുണ്ടായിരുന്നത്, അതുപോലെയാണ് ആഫ്രിക്കയെക്കുറിച്ച് ഈ ലോകം ചിന്തിക്കുന്നത്. അതുപോലെയാണ് ആഫ്രിക്കയെക്കുറിച്ച് ഈ ലോകം ധരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ഫിദയുടെ ഫാമിലിയിൽ ചെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ പോവർട്ടിയുള്ളൊരു ദാരിദ്ര്യമുള്ളൊരു കുടുംബമായിട്ട് മാത്രമല്ല അതിനെ ചിന്തിക്കേണ്ടത്, അല്ലാതെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചിന്തിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ റിയലായിട്ട് ഫിദയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട്. അല്ലാതെ ജസ്റ്റ് കാണുന്ന പോപ്പുലർ ഇമേജസ് വെച്ചോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഫ്രാഗ്മെൻറ്റ്സ് വെച്ചിട്ടോ, നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നും കാണുന്ന ചില കാര്യങ്ങൾ വെച്ചിട്ടോ നമ്മളൊരാളെയോ ഒരു വ്യക്തിയെയോ ഒരു സമൂഹത്തെയോ ഒരു രാജ്യത്തെയോ ഒന്നും നമ്മൾ ഇങ്ങനെയാണ് എന്ന് ധരിച്ചു വയ്ക്കരുത്. നമ്മൾ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം.
ഒരു വ്യക്തിയെക്കുറിച്ചാണെങ്കിലും ശരി, ഒരു കാര്യത്തെക്കുറിച്ചാണെങ്കിലും ശരി, എന്തിനെക്കുറിച്ചാണെങ്കിലും ശരി, വി ജസ്റ്റ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ദാറ്റ്. എന്നിട്ട് മാത്രമാണ് നമ്മൾ ഒരു ഫൈനലൈസേഷനിലേക്ക് എത്താവുള്ളൂ. അല്ലാതെ നമ്മൾ ജസ്റ്റ് കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്ന്, ഇപ്പോൾ ഈവൻ നമ്മുടെ പാരൻസിനെ കുറിച്ച് പോലും നമുക്ക് സത്യത്തിൽ അങ്ങനെയുള്ള കുറേ റോങ് സ്റ്റോറീസ് അല്ലെങ്കിൽ റോങ് അസംഷൻസ് നമ്മുടെ മൈൻഡ്സിലുണ്ട്. അവർ നമ്മളെ വഴക്ക് പറയുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അവർ ജസ്റ്റ് നമ്മളോട് പറയുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ അവരെ കാണുന്നത്. അവർ റിയലി എന്താണെന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കാറുണ്ടോ? നമ്മൾ എത്ര പേര് അത് ചെയ്യാറുണ്ട്? റിയാലിറ്റി അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഒരാളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ ഫൈനലൈസ് ചെയ്യാൻ പാടുള്ളൂ. ടീച്ചറുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസസ് വെച്ച് ടീച്ചർ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. അടിച്ചു പറയുന്നത് ഒരു വലിയ വലിയ റിയാലിറ്റിയാണ്. അത് നമ്മുടെ ലൈഫിലും കൂടി നമ്മൾ മാറ്റം വരുത്താൻ വേണ്ടി കൂടി നമ്മളത് ഉപയോഗിക്കണം എന്നും കൂടി ടീച്ചർ ഈ സന്ദർഭത്തിൽ പറയുകയാണ്.